ഹലോ, നമസ്കാരം. കടലിനോട് ജീവിതത്തെ സാമ്യപ്പെടുത്താറുണ്ട്. ചില സമയങ്ങളിൽ തിരമാലകൾ ആഞ്ഞടിച്ചേക്കാം, ചില സമയങ്ങളിൽ ശാന്തമായി അതങ്ങനെ ഒഴുകിയേക്കാം. പക്ഷെ ജീവിതത്തെ കടലുമായി സാമ്യപ്പെടുത്തുമ്പോൾ ഏതൊരവസ്ഥയിലും അതിനെ അതിജീവിക്കുവാനുള്ള കരുത്ത് നമുക്കുണ്ട് എന്ന തിരിച്ചറിവ് നമുക്ക് ഓരോരുത്തർക്കും ഉണ്ടായിരിക്കണം. ഈ കഴിഞ്ഞ ദിവസങ്ങളിലുണ്ടായ കേരളത്തിൽ നടുക്കിയ ചില ആത്മഹത്യകൾ, ആ ആത്മഹത്യകളിൽ അതിജീവിക്കാവുന്ന ഒരുപാട് സാധ്യതകളുണ്ട്. ചിലരുടെയെങ്കിലും മുഖമോർത്താൽ നാം ആ ശ്രമത്തിൽ നിന്നും പിന്തിരിയും. ആളുകൾ നമ്മിൽ നിന്നും വിട്ടുപോയേക്കാം, ചിലരൊക്കെ നമ്മെ വേണ്ട എന്ന് പറഞ്ഞേക്കാം, ചില പരാജയങ്ങൾ ഉണ്ടായേക്കാം, ചില മുറിവേൽപ്പിക്കുന്ന വാക്കുകൾ ഉണ്ടായേക്കാം, ചില അവഗണനകൾ ഉണ്ടായേക്കാം, അധിക്ഷേപങ്ങൾ ഉണ്ടായേക്കാം. പക്ഷേ ഇത് എന്റെ ജീവിതമാണ് എന്നുള്ള ഒരു തിരിച്ചറിവോടെ ആ തുടരുമെന്ന ചിത്രത്തിലുള്ള ഒരു ഡയലോഗുണ്ട്, ഇതെന്റെ കഥയാണ് എന്നുള്ളത്. ഇതെന്റെ കഥയാണ്, എന്റെ ജീവിതം ഞാൻ തന്നെ സൃഷ്ടിക്കുന്നതാണ്. എനിക്ക് നേടാൻ ഒരുപാടുണ്ട്, എനിക്ക് യാത്ര ചെയ്യാൻ ഒരുപാടുണ്ട്. എന്റെ ഉള്ളിലെ കരുത്തുകൊണ്ട് എനിക്ക് ജീവിതത്തിൽ ജയിച്ചു കാണിക്കണം എന്നുള്ള ഒരു തീരുമാനത്തോടെ ജീവിതത്തെ അഭിമുഖീകരിക്കുവാൻ നമുക്ക് സാധിച്ചിട്ടുണ്ടെങ്കിൽ കുറെ ദുരന്തങ്ങളൊക്കെ ഒഴിവാക്കാം. ഒരുപാട് പേരുടെ മെഴികൾ നിറയാതെ കാത്തു പരിപാലിക്കുവാൻ നമുക്ക് സാധിക്കും. കാരണം നമ്മുടെ ജീവിതമാണ്, നാം തോറ്റു കൊടുക്കരുത്. ആ ഒരു തീരുമാനം നമ്മുടെ ജീവിതത്തെ നയിക്കട്ടെ. ഓക്സിജൻ കമ്പനി 25 വർഷക്കാലമായി ആ കമ്പനിയിൽ ആത്മാർത്ഥമായി സേവനം ചെയ്യുന്ന ഒരു ജീവനക്കാരന് ഒരു BMW കാർ സമ്മാനമായി നൽകി എന്നൊരു വാർത്ത സോഷ്യൽ മീഡിയയിലും മറ്റു മാധ്യമങ്ങളിലുമൊക്കെ കണ്ടു. വളരെ സന്തോഷം തോന്നി. കാരണം അർഹിക്കുന്നവന് അർഹിക്കുന്നത് നൽകുക എന്നുള്ളതാണ് നീതി എന്ന് സോക്രട്ടീസ് പറഞ്ഞിട്ടുണ്ട്. അതുപോലെ ചിലരുടെയൊക്കെ സേവനത്തിന് എത്ര തന്നെ വില കൊടുത്താലും മതിയാകില്ല. ഒരു കമ്പനിയുടെ വളർച്ചയിൽ അല്ലെങ്കിൽ ഒരു കൂട്ടായ്മയുടെ വളർച്ചയിൽ അതിലെ ഓരോ അംഗത്തിന്റെയും പ്രാധാന്യം വളരെ വളരെ വലുതാണ്. അവർ പൂർണ്ണമായും നൽകിയിട്ടുണ്ടെങ്കിൽ മാത്രമേ ആ കമ്പനി അല്ലെങ്കിൽ ആ കൂട്ടായ്മ അതിന്റെ പൂർണ്ണതയിലെത്തുകയുള്ളൂ, വിജയത്തിലേക്ക് കടന്നു വരികയുള്ളൂ. അതുകൊണ്ട് തന്നെ ഓരോ ജീവനക്കാരനും അതൊരു പ്രചോദനമാണ്. അനുമോദനങ്ങളെക്കാൾ അപ്പുറം അംഗീകരിക്കുക എന്നുള്ളത് വലിയ കാര്യമാണ്. അതെ, അംഗീകരിക്കുവാൻ നമുക്ക് മനസ്സുണ്ടാകട്ടെ. ചിലരുടെയൊക്കെ സേവനങ്ങളെ, ചിലരുടെയൊക്കെ കഠിനാധ്വാനത്തെ, നമുക്ക് വേണ്ടിയുള്ള ചില സഹനങ്ങളെ എല്ലാം അംഗീകരിക്കുവാനും മനസ്സിലാക്കുവാനും നമുക്ക് സാധിക്കട്ടെ. രണ്ട് ചങ്ങാതിമാർ, അവർക്കിടയിൽ ഇടയ്ക്കിടയ്ക്ക് ചില വഴക്കുകൾ ഉണ്ടാകാറുണ്ട്. ചെറിയ കാര്യങ്ങൾക്ക് പരസ്പരം പിണങ്ങുന്ന അവസ്ഥ. അതിലൊരാളോട് കാരണം എന്താണ് എന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞ മറുപടി ഇതായിരുന്നു, ഇത് ഈ ഒരു ചെറിയ കാരണം കൊണ്ടല്ല മാഷേ, 15 വർഷങ്ങൾക്ക് മുമ്പ് ഒരു പിണക്കമുണ്ട്. ആ വഴക്കിന്റെ കാരണമാണ് ഇന്നും ചെറിയ ചെറിയ പിണക്കങ്ങൾക്ക് കാരണം. 15 വർഷങ്ങൾക്ക് മുമ്പ് സംഭവിച്ച ഒരു കാര്യത്തിന് മാപ്പ് കൊടുക്കാൻ കഴിയാതെ അല്ലെങ്കിൽ അതൊന്ന് തിരുത്താൻ കഴിയാതെ ജീവിതത്തോട് ചേർത്ത് കൊണ്ടു നടക്കുകയാണ്. ഒരു കല്ല് ഹൃദയത്തിൽ കെട്ടിവെച്ച് കൊണ്ടു നടക്കുന്നത് പോലെ നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ അത്തരത്തിലുള്ള ചില പിണക്കങ്ങളുണ്ടാകാം, അല്ലെങ്കിൽ നാളുകളായി കൊണ്ടു നടക്കുന്ന ചില പിണക്കങ്ങൾ. അത് എന്താണ് നമുക്ക് നൽകുന്നത്? നമ്മുടെ ഓരോ ദിവസവും ആ ഒരു വ്യക്തി നമ്മുടെ മുന്നിലേക്ക് കടന്നു വരുമ്പോൾ നമ്മുടെ ഹൃദയത്തിൽ വല്ലാത്തൊരു ഭാരമാണ് അനുഭവപ്പെടുക, അല്ലെങ്കിൽ ഒരു നെഗറ്റീവ് അന്തരീക്ഷമായിരിക്കും ഉണ്ടാകുക. എന്തിനാണ് ഇങ്ങനെ പിണങ്ങി നടക്കുന്നത്? പിണക്കം ഇല്ലാതാക്കാൻ ഒരു സാധ്യത കിട്ടിയിട്ടുണ്ടെങ്കിൽ ആ സാധ്യതയെ പരമാവധി പ്രയോജനപ്പെടുത്തി പിണക്കമില്ലാത്ത ഒരവസ്ഥയിലേക്ക് കൊണ്ടുവരുവാൻ നമുക്ക് സാധിക്കണം. ചെറിയ ഒരു ജീവിതമാണ്. ഒരുപാട് സന്തോഷത്തിന്റെയും സ്നേഹത്തിന്റെയും സൗഹൃദത്തിന്റെയും ഒക്കെ അനുഭവങ്ങൾ കാത്തിരിക്കുന്നുണ്ട് ഇനിയും. അതുകൊണ്ട് തന്നെ പിണക്കം വേണ്ടെന്നേ. വില നൽകുക എന്നുള്ളതും വിലയറിയുക എന്നുള്ളതും വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. അർഹിക്കുന്നവർക്ക് അല്ലെങ്കിൽ അർഹിക്കുന്ന കാര്യങ്ങൾക്ക് അർഹിക്കുന്ന വില നൽകുവാനായിട്ട് നമുക്ക് സാധിക്കുന്നുണ്ടോ? ആ വില നൽകുക എന്നുള്ളതിന് ഒരുപാട് പ്രസക്തിയുണ്ട്. കാരണം ജീവിതത്തിൽ നാം നമ്മുടെ യാത്ര മുന്നോട്ട് പോകുമ്പോൾ അർഹിക്കുന്നതിന് അർഹിക്കുന്ന വില നൽകിയില്ല എങ്കിൽ ചിലതൊക്കെ നമ്മിൽ നിന്നും അകന്നു പോകും, നമുക്ക് നഷ്ടപ്പെടുകയും ചെയ്യും. ഒപ്പം നമ്മുടെ ജീവിതത്തിന്, നമ്മുടെ ജീവന് എത്രത്തോളം വില നാം നൽകുന്നുണ്ട്? നമുക്ക് നാം നൽകുന്ന വിലയ്ക്കും വളരെയധികം പ്രാധാന്യമുണ്ട്. ഇത്ര സുന്ദരമായ ഈ ഒരു ജീവിതം ഒരു അനുഗ്രഹമായി കണ്ടുകൊണ്ട് അതിന് അർഹിക്കുന്ന വില നൽകുവാൻ നമുക്കും സാധിക്കണം. അവനവന് ഒരു വലിയ വിലയുണ്ട്. നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിന് വലിയ വിലയുണ്ട്. ആ വില നൽകുവാനും നമുക്ക് സാധിക്കണം.
അങ്ങനെ നമുക്ക് വില നൽകി, നമുക്ക് ചുറ്റുമുള്ളവർക്ക് അവരുടേതായ രീതിയിൽ അർഹിക്കുന്ന വില നൽകി, നാം ഇടപെടുന്ന ചില മേഖലകൾക്ക്, നമ്മുടെ സേവന മേഖലയ്ക്ക്, നമ്മുടെ ജോലിക്ക് അതിൻ്റെതായ വില നൽകി യാത്ര തുടരുവാൻ നമുക്ക് സാധിക്കട്ടെ. വിലയറിഞ്ഞ് വില നൽകി യാത്ര തുടരാം. നേരുന്നു ശുഭദിനം.